ആവേശത്തോടെ ജനങ്ങൾ 10 മണിക്കുള്ളിൽ തന്നെ കനത്ത പോളിംഗ്. എല്ലാ മണ്ഡലങ്ങളിലും നീണ്ട ക്യൂ. വോട്ടിംഗ് യന്ത്രങ്ങൾ പലയിടത്തും പണിമുടക്കിയതോടെ ജനം വലഞ്ഞു. കേരളത്തിൽ ജനങ്ങൾ ആവേശത്തോടെ പോളിംഗ് ബൂത്തുകളിൽ എത്തുകയാണ്. 10 മണിക്കുള്ളിൽ 10% കൂടുതൽ വോട്ടുകൾ കേരളത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. യന്ത്രപ്പിഴവ് ഇല്ലായിരുന്നുവെങ്കിൽ ഇതിലും കൂടുതൽ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയേനെ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വോട്ടെടുപ്പിന് തുടങ്ങിയതിന് പിന്നാലെ പലയിടത്തും വോട്ടിംഗ് യന്ത്രം പണിമുടക്കിൽ എത്തിയത് ജനങ്ങളെ വലച്ചിട്ടുണ്ട്. എറണാകുളം മറൈൻ ഡ്രൈവ് സെന്റ് മേരീസ് സ്കൂൾ ബൂത്തിൽ യന്ത്ര തകരാറിനെ തുടർന്ന് ജനങ്ങൾ വോട്ട് ചെയ്യാതെ മടങ്ങുകയാണ്. പകരം യന്ത്രം എത്തിച്ചെങ്കിലും അതും പ്രവർത്തന രഹിതമാണ്. 1 മണിക്കൂറായി കാത്തുനിന്നവരാണ് ഇപ്പോൾ മടങ്ങുന്നത്. കർദിനാൾ മാർ ആലഞ്ചേരി വോട്ട് ചെയ്യാതെ മടങ്ങി. അതേസമയം വോട്ടിംഗ് യന്ത്രത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കൽ വേണ്ടത്ര ഗൗരവത്തോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണം. വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറില്ലെന്ന് കമ്മീഷൻ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ച് നേരത്തെ ഉയർന്ന പരാതികൾ ഓർക്കേണ്ടതായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറയുന്നു. രാവിലെ 7 മണിക്കാണ് വോട്ടെടുപ്പ് തുടങ്ങിയത്. പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ തന്നെ എത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിലെ ബൂത്തിലെത്തി. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ചങ്ങനാശ്ശേരിയിലും NK പ്രേമചന്ദ്രൻ കൊല്ലത്തും മോഹൻലാൽ തിരുവനന്തപുരത്തെ മുടവൻമോളിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തി. ഇന്നസെന്റ് തൃശൂരിൽ വോട്ട് രേഖപ്പെടുത്തി. പലയിടത്തും വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ട്. അതേസമയം കോവളത്ത് ഗുരുതര പിഴവ് വോട്ടിംഗ് യന്ത്രത്തിൽ കണ്ടെത്തിയിരുന്നു. കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ലൈറ്റ് തെളിയുന്നത് താമര ചിഹ്നത്തിലാണെന്ന പരാതി വൻതോതിൽ ഉയരുന്നുണ്ട്. കോവളം ചൊവ്വരയിലെ 50-ാം ബൂത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. 76 പേർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തിയത്. ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ UDF പ്രതിഷേധിക്കുകയും ബൂത്തിലെ വോട്ടിംഗ് നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇത് തെറ്റാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ മണിക്കൂറിൽ 10% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ശതമാനമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.